الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره من يعمل مثقال ذرة شرا يره. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന ഈ സൂറത്ത്. ഇതിന് അസ്സൽസല എന്നും അസ്സിൽസാൽ എന്നും പേരുണ്ട്, പറയാറുമുണ്ട്. എന്തായിരുന്നാലും സിൽസാൽ എന്ന പദത്തിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ആയത്തിൽ സിൽസാൽഹ എന്നൊരു പദമുണ്ട്. ആ പദത്തിൽ നിന്നാണ് സിൽസാലും ജൽസലയും ഒക്കെ വന്നിട്ടുള്ളത്. ഇത് മക്കിയാണോ മദനിയാണോ എന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിനെ പറ്റി സൂചിപ്പിച്ചതുപോലെ മക്കിയാണെങ്കിലും മദനിയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അത്ര വലിയ ബുദ്ധി സാമർഥ്യമോ കഴിവോ യോഗ്യതയോ ഒന്നുമില്ലാത്ത തികച്ചും സാധാരണക്കാരായ ആളുകൾക്ക് പരലോകത്തെക്കുറിച്ച് ബോധ്യമായി മനസ്സിലാക്കാൻ, ചിന്തിച്ച് ഗ്രഹിക്കാൻ ഇത് സഹായകമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിലുള്ള ഒരു അധ്യായമാണ് ഇത് നമുക്ക് പഠിച്ചിട്ടുള്ളത്. 8 വചനങ്ങളാണ് ഈ ആയത്തിൽ, ഈ സൂറത്തിൽ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് സൂറത്ത് പരിശോധിക്കാം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. ഇദാ സുൽസിലത്തിൽ അർദു, ഭൂമി വിറപ്പിക്കപ്പെട്ടാൽ സിൽസാലഹ, അതിൻ്റെ വിറയൽ, പ്രകമ്പനം എന്ന് പറയാം. സൽസലത്തിൽ അർദു സിൽസാലഹ എന്ന ഭൂമി അതിൻ്റെ വിറപ്പിക്കപ്പെട്ടാൽ. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഭൂമികുലുക്കം ഉണ്ടാകാറുണ്ട്. അത് ശാസ്ത്രീയമായി അത് പഠിക്കാനും കണ്ടെത്താനും മുൻകൂട്ടി പറയാനൊക്കെ സൗകര്യങ്ങൾ ഇന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടും നമ്മുടെ അറിവ് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പലപ്പോഴും എത്താറില്ല. ഭൂമികുലുക്കമുണ്ടാകുമ്പോൾ ഒരു ജില്ലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമാണ് ഭൂമികുലുക്കം ഉണ്ടാകാറുള്ളത്. അങ്ങനെ ഭൂമികുലുക്കം ഉണ്ടായാൽ തന്നെ ആ ഭാഗത്തുള്ള ചില കെട്ടിടങ്ങൾ തകർന്നു പോകും. അതിൻ്റെ വിശ്വാസ്യതയോ ഭാവി മോശമായി തീരും. പല കെട്ടിടങ്ങളും തകർന്നു വീഴും. പല കാര്യങ്ങളും, അതിൻ്റെ മരങ്ങളും വൃക്ഷങ്ങളൊക്കെ തകർന്നു പോകും. അങ്ങനെയാണ് നമുക്ക് കാണാറുള്ളത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വ്യത്യസ്ത രീതിയിലാണ് സിൽസാൽ ഉണ്ടാകുന്നത്, ഭൂമികുലുക്കം ഉണ്ടാകാറുള്ളത്. ആ ഭൂമികുലുക്കം ഉണ്ടാകുന്നതിന് പകരം ലോകത്തെ എല്ലാം ഭൂമി മുഴുവനാണ് കുലുങ്ങാൻ എന്തുണ്ടാകും. ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഭൂമികുലുക്കം ഉണ്ടാകും. ഒരേ സമയത്ത് ഭൂമികുലുക്കം ഉണ്ടാകുക. എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഒന്നുമില്ല, അധികം താമസിയാതെ 2-3 മിനിറ്റ് കൊണ്ട് ഭൂമി മുഴുവൻ തകർന്നു പോകും.
ഇതാ ദുരിതത്തിൽ അങ്ങ് ദിൽസാലഹ ഭൂമി അങ്ങ് കിടുകിടേ വിറപ്പിക്കപ്പെട്ടാൽ, ദിൽസാലഹ അതിന്റെ വിറയൽ അത് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഭൂമി ഉരുക്കുണ്ടാകാം. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല, ഭൂമി ആകെ തകർന്ന് തരിപ്പണമായി തീരും. വാഹനത്തിൽ അളവ് ഭൂമി പുറത്തെടുത്താൽ, അസ്കാലഹ അതിന്റെ ഭാരങ്ങളെല്ലാം പുറത്തെടുക്കുകയും ചെയ്താൽ, എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യന്മാരെല്ലാം പരസ്പരം വിരോധവും ശത്രുതയും വിദ്വേഷവും ഉള്ളവരാണ്. അതിനേക്കാളധികം ഓരോ വിഭാഗം ആളുകളും സ്വന്തമായ കഴിവിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സര ബുദ്ധിയോടുകൂടിയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മത്സരിച്ചും നടക്കുകയാണ്. ഓരോരുത്തരുടെയും മനസ്സിലുള്ള ബുദ്ധി, മനസ്സിലുള്ള ബോധം പരസ്പരം മത്സരിക്കാനുള്ള ബോധമാണ്. അപ്പൊ ആഖിറത്തിൽ വസാല ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറത്തെടുക്കുകയും ചെയ്താൽ, എന്ന് പറഞ്ഞാൽ ഭൂമി അത് കുലുങ്ങി ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും ഭൂമിയിലുള്ള എല്ലാ ഭാരങ്ങളും പുറത്തെടുത്തു. അങ്ങനെയുള്ള ഭൂമിയിലെ എല്ലാ ഭാരങ്ങളും പുറത്തെടുക്കുക. അപ്പൊ എന്താ ഇത് സംഭവം? അതിന്റെ പിന്നെ ഭൂമിയുടെ എല്ലാ ഭാഗത്തുനിന്നുള്ള സംഭവം പുറത്തെടുക്കുക. എല്ലാ ഭാരങ്ങളും പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി, അങ്ങനെ പലതരത്തിലുള്ള എല്ലാ വസ്തുക്കളും പുറത്തെടുക്കപ്പെട്ടാൽ യുദ്ധം ഉണ്ടാകുന്നതാണല്ലോ എല്ലായിടത്തും നടക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ പ്രദേശത്തും പ്രാദേശിക അംഗങ്ങളിലൊക്കെ നല്ല സാധിക്കാൻ കഴിയും. അഹ്റത്തിൽ ഭാരങ്ങൾ പുറത്തെടുക്കുകയും ചെയ്താൽ, എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാം എടുത്ത് നോക്കുമ്പോൾ സ്വർണത്തിന്റെ വലിയ വലിയ കൂമ്പാരങ്ങൾ അങ്ങനെ കാണുന്നു, നടക്കുന്നിടത്തൊക്കെ കാണുന്നു. വലിയ വലിയ കൂമ്പാരം. എല്ലാ രാജ്യങ്ങളിലുള്ള അമേരിക്കന്റെ അതുണ്ടാകാം, ഖത്തറിന്റെ അതുണ്ടാകുക, സൗദി അറേബ്യയുടെ ഉണ്ടാകുക, എല്ലാ രാജ്യങ്ങളുടെയും നോട്ടുകെട്ടുകൾ ഉണ്ടാകുക. അതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്, ആരുടെ ആവശ്യമില്ലാത്തതുകൊണ്ട്. ഭൂമി ഞാൻ കുരുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവശ്യമില്ല, ആർക്കും ആവശ്യമില്ല. വാഹകത്തിൽ ഭൂമിയുടെ ഭാരങ്ങളെല്ലാം പുറത്തെടുക്കുകയും ചെയ്താൽ കാലൻ നിസാനം മനുഷ്യൻ പറഞ്ഞു പോകും, മാലഹ എന്താണ് ഈ ഭൂമിക്ക് പറ്റിയത്? ഭൂമിയുടെ എല്ലാ ഭാഗത്തും പുറത്തെടുത്തു കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും പുറത്തെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പറഞ്ഞു പോകും, കാലൻ നിസാനം മനുഷ്യൻ പറഞ്ഞു പോകും, മാലഹ എന്താണ് ഈ ഭൂമിക്ക് പറ്റിയത്? യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാർഹ, യൗമൈദിൻ അന്ന് തുഹദ്ദിസു അഖ്ബാർഹ അത് അതിന്റെ ഭാരങ്ങൾ പുറത്തെടുത്താൽ, തുഹദ്ദിസു അഖ്ബാർഹ അതിന്റെ ഭാരങ്ങൾ പുറത്തെടുത്താൽ എല്ലാം അങ്ങ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ആവശ്യമില്ലല്ലോ, ആർക്കും ആവശ്യമില്ല. എത്ര കോടിക്കണക്കിന് രൂപയുടെയും പണത്തിന്റെയും ഘടകങ്ങളാണ് കാണപ്പെടുന്നത്. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാർഹ, യൗമൈദിൻ അന്ന് തുഹദ്ദിസു അഖ്ബാർഹ അതിന്റെ വാർത്തകൾ. കാലൻ ഇൻസാൻ മനുഷ്യൻ പറഞ്ഞു പോകും, മാലഹ എന്താണ് ഇതിന് പറ്റിയത്? ഭൂമിക്ക് എന്താണ് പറ്റിയത്? യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാർഹ അന്ന് അതിന്റെ വാർത്തകളെല്ലാം ഭൂമി പുറത്തെടുക്കും, അതിന്റെ വാർത്തകളെല്ലാം പുറത്തെടുക്കും. ബി അന്ന റബ്ബക വഹാലഹ അതിന് ബോധം നൽകിയതിന്റെ കാരണത്താൽ, ബി അന്ന റബ്ബക വഹാലഹ നിന്റെ നാഥൻ അതിന് ബോധം നൽകിയ കാരണത്താൽ എല്ലാം അവൻ പുറത്തെടുക്കും. ബി അന്ന റബ്ബക വഹാലഹ അതിന്റെ ഭൂമി പുറത്തെടുത്താൽ അങ്ങനെ റബ്ബക വഹാലഹ. യൗമൈദിൻ യസ്തുറുന്നാസു അഷ്താത്തൻ ലിയുറൗ അഅ്മാലഹും, യൗമൈദിൻ അന്ന് യസ്തുറുന്നാസു മനുഷ്യൻ മടങ്ങി വരും. യസ്തുറുന്നാസു മനുഷ്യൻ മടങ്ങി വരും. അഷ്താത്തൻ ചിന്നിച്ചേറിയതായി,
യുറവ് അമാലഹും അവരെ യുറവ് കാണിക്കപ്പെടാൻ വേണ്ടി അമാലഹും അവരെ പ്രവർത്തനങ്ങൾ കാണിക്കപ്പെടാൻ വേണ്ടി പുറത്തു വരും. യൗമദി യസ്തുറുന്നാസു അഷ്ടാത്തൻ, ചിതറിയതായി യുറവ് കാണിക്കപ്പെടാൻ വേണ്ടി. അപ്പൊ എല്ലാം അവൻ കണ്ടു. അതിൻ്റെ ഉള്ളിലുള്ളതും എല്ലാം പുറത്തു വന്നു. ആർക്കും ഒന്നും വേണ്ടതില്ല. ഇപ്പോ ഉള്ള വിരോധമൊക്കെ പോയി. അമേരിക്കയും റഷ്യയും ചൈനയും സൗദി അറേബ്യയും ഖത്തറും UAE എല്ലാം വ്യത്യസ്തമായി കാണുകയാണ്. ഇതൊക്കെ കിടക്കുകയാണ്. എല്ലാവരുടെയും ആസ്ഥാനങ്ങൾ അങ്ങ് കാണുകയാണ്. എല്ലാം കിടക്കുകയാണ്. ആർക്കാണ് ആവശ്യമുള്ളത്? ആർക്കും ഒരു ആവശ്യമില്ല. ലിയറവും അവരുടെ പ്രവർത്തനങ്ങളെ കാണാൻ വേണ്ടിയും. ഹമയ്യാമൽ മിസ്കാൽ കർറത്തിൻ, ആരെങ്കിലും അണുത്തൂക്കം തിന്മ ചെയ്താൽ, മിസ്കാൽ കർറത്തിന് എന്നാൽ അണുത്തൂക്കം തിന്മ ചെയ്താൽ, ഖൈറൻ നന്മ ചെയ്താൽ, മയ്യാമൽ മിസ്കാൽ കർറത്തിൻ ഖൈറൻ അണുത്തൂക്കം നന്മ ചെയ്താൽ അത് അവൻ കാണും. അന്ന് നമ്മൾക്ക് പിന്നെന്താ, അന്ന് എല്ലാം കാണുന്നതിന്റെ ആവശ്യമില്ലെങ്കിലും അന്നത്തെ അവസ്ഥ വെച്ചാൽ മയ്യാമൽ മിസ്കാൽ കർറത്തിൻ ഖൈറൻ, അന്ന് ആരെങ്കിലും അണുത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, അണുത്തൂക്കം എന്ന് പറഞ്ഞാൽ എത്ര കുറച്ചാണെങ്കിലും, ഉമയ്യാമൽ മിസ്കാൽ ദർറത്തിൻ ശർറൻ യറ, എത്ര തന്നെ അണുത്തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും, അണുത്തൂക്കം നന്മ ചെയ്താലും തിന്മ ചെയ്താലും അത് അവിടെ കാണും. അപ്പൊ മനുഷ്യർക്കിടയിലുള്ള വൈജാത്യങ്ങൾ, വ്യത്യസ്തമായ അവസ്ഥകൾ, അവരുടെയൊക്കെ മത്സരങ്ങൾ എല്ലാം ഒന്ന് മാത്രമായിരിക്കും. അമയ്യാമൽ മിസ്കാൽ ദർറത്തിൻ ഖൈറൻ യറ, അന്ന് അവൻ കാണും. മിസ്കാൽ ദർറത്തിൻ അണുത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഖൈറൻ യറ, അത് അവൻ കാണും. അമയ്യാമൽ മിസ്കാൽ ദർറത്തിൻ ശർറൻ, തിന്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിലോ യറ, അതും അവൻ കാണും. അപ്പൊ നന്മ ആര് ചെയ്തിട്ടുണ്ടോ തിന്മ ആര് ചെയ്തിട്ടുണ്ടോ അത് മാത്രമാണ് അന്ന് അവർ കാണാൻ കഴിയുക. അപ്പൊ ലോകത്ത് ഇതുപോലെ മരിക്കാൻ പോകുന്ന, എല്ലാവരും നശിച്ചു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. മക്ക ജീവിതത്തിലാണ് ഇറങ്ങിയതെങ്കിലും മദീന ജീവിതത്തിലാണെങ്കിലും എല്ലാ ആളുകൾക്കും ഇന്നും നമ്മൾ ഈ ജനങ്ങളോട് ഈ വസ്തുതയുടെ യാഥാർത്ഥ്യം അന്ന് വിളംബരം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ അമ്പരന്ന് പോകും. കാലൽ ഇൻസാനും ആലഹ, ഇതെന്ത് പറ്റി വളച്ചവന്? കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയില്ല, ആർക്കും അറിയില്ല. എല്ലാം അങ്ങ് ഒളിഞ്ഞിരിക്കുകയാണ്, എല്ലാം പോയിരിക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് മനുഷ്യനായി തീർന്നാൽ മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. അന്ന് അവന് പരലോകത്ത് വരുമ്പോൾ നന്മ ആരൊക്കെ ചെയ്തുള്ളോ അതൊക്കെ അവിടെ ഉണ്ടാവും. അത് നശിച്ചു പോകില്ല, അവിടെ ഉണ്ട്. മയ്യാമൽ മിസ്കാല ദർറത്തിൻ ശർറൻ, ഏതെങ്കിലും ആളുകൾ തിന്മ ചെയ്തിട്ടുണ്ടോ ബഹോയറ, അതവൻ കാണും. അങ്ങനെ പൂർണ്ണമായും നന്മയും തിന്മയും മാത്രം പരിഗണിക്കപ്പെടുന്ന ഒരു ലോകം ഇനി വരാനിരിക്കുന്നു. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ എല്ലാ ജീവിത രീതിയും എല്ലാ കടുകട്ടിയുള്ള അതിന്റെ താല്പര്യവും ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ആയത്തുകൾ. മക്കിയാണെങ്കിലും മദനിയാണെങ്കിലും എല്ലാവർക്കും കാര്യങ്ങൾ ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ചെറിയ സുഹൃത്താണിത്. അള്ളാഹു തആല ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ നിലനിർത്താനും എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ട് ജീവിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.